Hi friends, once again welcome to another class on human reproduction. Today we are discussing about the gametogenesis in human females, right? Or the gametogenesis in female is termed as oogenesis. Oogenesis, it is the formation of ovum or egg inside the primary sex organ of females, that is ovaries. Okay, അപ്പോൾ ഓവറിയുടെ ഉൾവശത്ത് എങ്ങനെയാണ് ഈ ഓവം ഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, there are so many differences between the spermatogenesis and oogenesis. Okay, in case of human males, the spermatogenesis is a continuous process and it starts during puberty condition. Okay, but in case of females, the process of formation of ovum even starts during the embryonic stage itself. Okay, ഒരു പെൺകുഞ്ഞ് അതിൻ്റെ എംബ്രിയോണിക് കണ്ടീഷനിലായിരിക്കുമ്പോൾ തന്നെ അവയുടെ ഓവറിയിൽ ഈ പറയുന്ന ഊജനസിസിൻ്റെ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇൻസൈഡ് ദ ഫീറ്റൽ ഓവറി, അതായത് പെൺകുഞ്ഞ് ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ രൂപപ്പെടുന്ന അതിൻ്റെ ഓവറിയുടെ ഉള്ളിൽ അതിൻ്റെ ധാരാളമായിട്ടുള്ള സെല്ലുകൾ, അത്തരം സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഊഗോണിയൽ സെല്ലുകൾ എന്നാണ് വിളിക്കുക. എന്താ പറയുന്നത്? ഊഗോണിയൽ സെൽ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഊഗോണിയൽ സെല്ല് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നുകൊണ്ട് ഇത്തരം ഊഗോണിയൽ സെല്ലുകൾ ഡിവൈഡ് ചെയ്ത് മില്യൺസ് ഓഫ് ഊഗോണിയ എവിടെ ഉണ്ടായിരിക്കും? ഈ ഫീറ്റൽ കണ്ടീഷനിലുള്ള പെൺകുഞ്ഞിൻ്റെ ഓവറിയിൽ രൂപപ്പെട്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻസൈഡ് ദി ഫീറ്റൽ ഓവറി ദ ഊഗോണിയൽ സെൽസ് അണ്ടർഗോ കണ്ടിന്യൂസ് മൈറ്റോട്ടിക് ഡിവിഷൻ ആൻഡ് ഫോം മില്യൺസ് ഓഫ് ഊഗോണിയ. റൈറ്റ്, അപ്പോൾ ഊഗോണിയ ഏത് തരത്തിലുള്ള സെല്ലുകൾ? ഈസ് ഇറ്റ് ഹാപ്ലോയിഡ് ഓർ ഡിപ്ലോയിഡ്? ഓക്കെ, ഡിപ്ലോയിഡ് സെല്ലുകൾ ആയിട്ടുള്ള ഇത്തരം ധാരാളം ഊഗോണിയൽ സെല്ലുകൾ അവിടെ പ്രസൻ്റ് ആയിരിക്കും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇത്തരം ഊഗോണിയൽ സെല്ലുകൾ എന്ത് ചെയ്യുന്നില്ല? ഡിവൈഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ രൂപപ്പെട്ടു വരുന്ന ഈ ഊഗോണിയൽ സെല്ലുകൾ എൻ്റർ ഇൻ ടു ദ മിയോട്ടിക് ഡിവിഷൻ. ഊഗോണിയൽ സെൽസ് അണ്ടർഗോ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ ആൻഡ് ടെമ്പററിലി അറസ്റ്റഡ് ഓൺ ദി first prophase of the meiotic division, and in that condition the cells are called primary oocyte. നോക്കൂ, ഇതാണ് പ്രൈമറി oocyte. ഓക്കെ, തുടർന്ന് അതിൻ്റെ ഫർദർ ഡിവിഷൻസ് പിന്നീട് നടക്കുന്നില്ല. ഈ ഒരു കണ്ടീഷനിൽ ഈ തരത്തിലുള്ള ധാരാളം പ്രൈമറി oocyteകളെ കൊണ്ടാണ് ഈ പെൺകുഞ്ഞിൻ്റെ ജനനം നടക്കുന്നത്. ഇനി ഈ പ്രൈമറി oocyteൻ്റെ മുകളിൽ certain granulosa cells become embedded. ഓക്കെ, അപ്പോൾ ഗ്രാനുലോസ സെല്ലുകളെല്ലാം കൂടി വന്ന് കവർ ചെയ്തുകൊണ്ട് അവ എന്തായിട്ട് മാറ്റപ്പെടുകയാണ്. അതിനെയാണ് നമ്മൾ പ്രൈമറി ഫോളിക്കിളുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നീട് കുഞ്ഞ് ജനിച്ചതിന് ശേഷം അതിൻ്റെ സെക്സ്വൽ മെച്യൂരിറ്റി എത്തുന്നത് വരെയുള്ള, പ്യൂബർട്ടി എത്തുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ അവയിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ഇത്തരം പ്രൈമറി ഫോളിക്കിളുകളാണ്. പ്രൈമറി ഫോളിക്കിളുടെ രൂപത്തിലാണ് ഉണ്ടായിരിക്കുക. ഇൻസൈഡ് ദീസ് പ്രൈമറി ഫോളിക്കിൾസ് ദ പ്രൈമറി oocyte പ്രസൻറ്റ് ഇൻ വിച്ച് കണ്ടീഷൻ? ഏത് കണ്ടീഷനിലാണ്? അതിൻ്റെ പ്രോഫേസ് സ്റ്റേജിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന കണ്ടീഷനിലാണ് കാണുക. ഓക്കെ, ഡ്യൂറിങ് ദി ഗ്രോത്ത് ഫ്രം ബർത്ത് ടു പ്യൂബർട്ടി എ ഫീമെയിൽ ചൈൽഡ് ലോസ് ന്യൂമറസ് നമ്പർ ഓഫ് പ്രൈമറി ഫോളിക്കിൾ. When attaining its puberty, its ovary only contain about 60,000 to 80,000 follicles only. Okay, but degeneration of follicle is taking place during ചൈൽഡ് ബർത്ത് ടു പ്യൂബർട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ജനിക്കുന്ന സമയത്ത് മില്യൺസ് ഓഫ് പ്രൈമറി ഫോളിക്കിൾസ് ഉണ്ടായിരുന്ന കണ്ടീഷനിലാണ് പിന്നീട് അവ മെച്യൂരിറ്റി എത്തുന്ന സമയത്ത് ഏതാണ്ട് 60,000 to 80,000 മാത്രമേ അവയുടെ ഓവറിയിൽ ബാക്കി കാണുകയുള്ളൂ. ഓക്കെ, ഇനി പ്യൂബർട്ടി എത്തിക്കഴിഞ്ഞാൽ ആണ് പിന്നീട് സെക്സ്വൽ ഹോർമോൺസിൻ്റെയൊക്കെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിൻ്റെയൊക്കെ സെക്രേഷൻ്റെ ഫലമായിട്ടാണ് പിന്നീട് ഇങ്ങനെയുള്ള ഈ oocyteകൾക്ക് പിന്നീട് അതിൻ്റെ തുടർ ഡിവിഷൻ നടക്കുന്നതും അവ പിന്നീട് സെക്സ് സെല്ലുകളായിട്ട് മാറുന്നതും. സോ when attaining puberty, okay, what happens is that these primary follicles develop furthermore granulosa cell on these primary follicles and they become secondary follicles. അവ എന്തായിട്ട് മാറ്റപ്പെടുകയാണ്? സെക്കൻഡറി ഫോളിക്കിൾസ് ആയിട്ട് മാറ്റപ്പെടും. പിന്നീട് തുടർന്ന് അതിൻ്റെ മുകളിൽ വീണ്ടും ഗ്രാനുലോസ ലെയേഴ്സും അതിൻ്റെ ഉള്ളിലൊരു ഇൻറ്റേർണൽ ക്യാവിറ്റിയും എല്ലാം ഫോം ചെയ്തിട്ട് ട്രാൻസ്ഫോംഡ് ഇൻ ടു
ടെറിഷറി ഫോളിക്കിൾസ്. ഓക്കെ, ടെറിഷറി ഫോളിക്കിൾസ് ആയിട്ട് മാറ്റപ്പെടും. അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ടെറിഷറി ഫോളിക്കിൾസ് ആയിട്ട് മാറ്റപ്പെടുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലൊരു ക്യാരക്ടറിസ്റ്റിക് ക്യാവിറ്റി ഫോം ചെയ്യും, വിച്ച് ഈസ് നോൺ ആസ് ആൻഡ്രം. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ വെളിയിൽ തീക്ക ലെയേഴ്സ്, ഓക്കെ, തീക്ക ലെയറുകൾ, സെല്ലുലാർ ലെയറുകൾ കൂടി ഫോം ചെയ്തുകൊണ്ട് ഒരു ടെറിഷറി ഫോളിക്കിളായിട്ട് അവ മാറ്റപ്പെടുകയും ചെയ്യും. ഓക്കെ, ഈ ഒരു ഡെവലപ്മെൻറ്റ് നടക്കുന്ന സമയത്ത് തന്നെ എന്തായിരിക്കും, ഈ പ്രൈമറി യൂസൈറ്റ് പതുക്കെ, അതായത് ഈ ഫോളിക്കിളിൻ്റെ ഉള്ളിലുള്ള പ്രൈമറി യൂസൈറ്റ് പതുക്കെ അതിൻ്റെ ഡിവിഷൻ തുടരും. കാരണം ഇപ്പോൾ പ്രോഫൈൽ സ്റ്റേജിലാണ് ഉള്ളത്. ആ പ്രോഫൈൽ സ്റ്റേജിൽ നിന്ന് അത് പതുക്കെ അതിൻ്റെ അടുത്ത സ്റ്റേജുകളിലേക്ക് കടക്കും. അങ്ങനെ കടന്ന് അതിൻ്റെ ആദ്യത്തെ എന്ത് പൂർത്തിയാക്കും, അതിൻ്റെ ആദ്യത്തെ മിയോട്ടിക് ഡിവിഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് പൂർത്തിയാക്കും. അങ്ങനെ ഫസ്റ്റ് സ്റ്റേജ് പൂർത്തിയാക്കുന്ന സമയത്ത് അത് 2 അൺഈക്വൽ സെല്ലുകളായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അത് അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഫങ്ഷണൽ ആയിട്ടുള്ളൊരു സെല്ലിനെയാണ് നമ്മൾ സെക്കൻഡറി ഊസൈറ്റ് എന്ന പേരിൽ വിളിക്കുക. അപ്പോൾ സെക്കൻഡറി ഊസൈറ്റ് ആദ്യത്തെ മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് സെക്കൻഡറി ഊസൈറ്റ് രൂപപ്പെടുന്നത്. ആ സെക്കൻഡറി ഊസൈറ്റ് അപ്പോൾ ഏത് കണ്ടീഷനിലായിരിക്കും, ഈസ് ഇൻ ഡിപ്ലോയിഡ് ഓർ ഹാപ്ലോയിഡ് കണ്ടീഷൻ? അത് സ്വാഭാവികമായിട്ട് ഹാപ്ലോയിഡ് കണ്ടീഷനിലായിരിക്കും. ഓക്കെ, ഇപ്പോൾ നേരത്തെ നമ്മൾ മെയിൽ പറഞ്ഞ പോലെ തന്നെ ഫീമെയിൽസിൽ ആദ്യമായിട്ട് രൂപപ്പെടുന്ന ഹാപ്ലോയിഡ് സെൽ എന്ന് പറയുന്നത് ഇവിടെ സെക്കൻഡറി ഊസൈറ്റ്, അവിടെ എന്തായിരുന്നു, മെയിലിൽ അത് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ സെക്കൻഡറി ഊസൈറ്റ് ആയിട്ട് മാറുന്നു. പക്ഷേ ഇവിടെയുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രൈമറി ഊസൈറ്റ് അതിൻ്റെ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് 2 അൺഈക്വൽ സെല്ലുകളെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ലാർജ് ഫങ്ഷണൽ സെല്ല്, ഈ സെല്ലിനെയാണ് നമ്മൾ സെക്കൻഡറി ഊസൈറ്റ് എന്ന പേരിൽ വിളിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം എ ഡിസ്ഫങ്ഷണൽ എ സ്മോൾ സെൽ ഈസ് ഫോംഡ്, ദിസ് വൺ ഈസ് കാൾഡ് പ്രൈമറി പോളാർ ബോഡി എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ഈസ് കാൾഡ് പ്രൈമറി പോളാർ ബോഡി. ഓക്കെ, അപ്പോൾ ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു പോളാർ ബോഡിയും ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള സെക്കൻഡറി ഊസൈറ്റും ഫോം ചെയ്യും. ദീസ് പോളാർ ബോഡി അത് തുടർ ഡിവിഷൻ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് ഏത് തരത്തിലുള്ള മാറ്റമാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഡീജനറേറ്റ് ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇതുവരെയും വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് ലഭ്യമല്ല. ഓക്കെ, നോർമലി we believe that this first polar body become lysed on ovary. ഓക്കെ, അങ്ങനെ ഈ സെക്കൻഡറി ഊസൈറ്റ് ഫോം ചെയ്യുകയാണ്. അങ്ങനെ ഉണ്ടാകുന്ന ഈ ടെറിഷറി ഫോളിക്കിൾ പിന്നീട് മെച്യൂർ കണ്ടീഷനിലെത്തും. അതിനെയാണ് നമ്മൾ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന പേരിൽ വിളിക്കുന്നത്. ഫൈനലി ഇറ്റ് ഈസ് ബിക്കം ഗ്രാഫിയൻ ഫോളിക്കിൾ. ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്നുകൊണ്ട് സെക്കൻഡറി ഊസൈറ്റ് ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ സെക്കൻഡറി ഊസൈറ്റ് അതിൻ്റെ മുകളിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു മെംബ്രെയിൻ ഫോം ചെയ്യുന്നുണ്ട്. ദാറ്റ് മെംബ്രെയിൻ ഈസ് കാൾഡ് സോണ പെല്യൂസിഡ. ആ മെംബ്രെയിൻ ഈസ് കാൾഡ്, അതിനെയാണ് നമ്മൾ സോണ പെല്യൂസിഡ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒരു സോണ പെല്യൂസിഡ ലെയർ ഫോം ചെയ്യും. ഈ ഒരു സ്റ്റേജിൽ ആണ് സെക്കൻഡറി ഊസൈറ്റിൻ്റെ പുറമെ ഉള്ള ഈ ഒരു സോണ പെല്യൂസിഡ ലെയർ കൂടി ഫോം ചെയ്തുകൊണ്ടുള്ള കണ്ടീഷനിലാണ് ഇത് സംഭവിക്കുന്നത്, ഓവുലേഷൻ സംഭവിക്കുന്നത്. ഓവുലേഷൻ സംഭവിച്ചുകൊണ്ട് ഓവം ഓവറിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടും. ഓക്കെ, ഇനി ദ ഫർദർ കംപ്ലീഷൻ ഓഫ് ദി പ്രോസസ് ഓഫ് ഡിവിഷൻ ഓൺലി ടേക്കിംഗ് പ്ലേസ് അറ്റ് ദ ടൈം ഓഫ് ഫെർട്ടിലൈസേഷൻ. ഓക്കെ, ഫെർട്ടിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിൻ്റെ തുടർന്നുള്ള ഡിവിഷൻസ് നടക്കുന്നത്. പക്ഷേ ആ തുടർന്നുള്ള ഡിവിഷൻ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ സെക്കൻഡറി ഊസൈറ്റ് അടുത്ത ഡിവിഷൻ പൂർത്തിയാക്കും. ഓക്കെ, അങ്ങനെ ആ സെക്കൻഡറി ഊസൈറ്റ് ദെൻ അണ്ടർഗോസ് ദ നെക്സ്റ്റ് second meiotic division and forms 2 unequal cells also. The first one is called second polar body, next one is called functional ovum. Okay, and that ovum having haploid set of chromosomes, and that ovum is moving towards the ambulary rhizamic junction for fertilization. Right, next we have to discuss about the menstruation or the menstrual cycle. ഹ്യൂമൻ ബീയിങ്സ്, മങ്കീസ്, എയ്പ്സ്, ചിമ്പാൻസീസ് തുടങ്ങിയിട്ടുള്ള പ്രൈമേറ്റ് ഓർഗാനിസങ്ങളിലെല്ലാം നടക്കുന്ന റീപ്രൊഡക്റ്റീവ് സൈക്കിളിനെയാണ് നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ എന്ന പേരിൽ വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൽ ഈ മെൻസ്ട്രൽ പ്രോസസ്സ് സ്റ്റാർട്ടിങ് ഈവൻ ഡ്യൂറിങ് ദി 12 to 14 years of age, and the process is called മെനാർക്ക്. അതിനെയാണ് നമ്മൾ മെനാർക്ക് എന്ന പേരിൽ വിളിക്കുന്നത്. ആൻഡ് ആഫ്റ്റർ 50 years of age, ഹ്യൂമൻ ഫീമെയിൽ stops the process of menstruation, which is termed as menopause. രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ,
starting of menstrual process is called menarche, and the ceasing or the stopping of menstrual process is called menopause, right? ഇനി നോക്കുക, എന്താണ് മെൻസ്ട്രേഷൻ പ്രോസസ്സ്? സിംപ്ലി നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക, മെൻസ്ട്രൽ പ്രോസസ്സ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സൈക്കിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഒരു ലൈഫ് ആക്ടിവിറ്റി ആയിട്ട് നമ്മളതിനെ കൺസിഡർ ചെയ്യണം. നമുക്കറിയാം ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിന് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒരുമിച്ച് വരുന്ന സമയത്ത് മാത്രമാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ ആ ഫെർട്ടിലൈസേഷൻ എല്ലാ റീപ്രൊഡക്റ്റീവ് മന്തിലും ഫെർട്ടിലൈസേഷൻ നടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഫീമെയിലിൻ്റെ യൂട്രസിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നത്. ഓക്കെ, പക്ഷേ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ലെങ്കിൽ ആ ഫെർട്ടിലൈസേഷൻ നടക്കാത്ത സമയങ്ങളിൽ മാത്രമാണ് എന്ത് നടക്കുന്നത്? ഈ ഒരു മെൻസ്ട്രൽ സൈക്കിൾ നടക്കും. ദ മെൻസ്ട്രൽ സൈക്കിൾ ഇൻ ഹ്യൂമൻ ഫീമെയിൽസ് ഇറ്റ് എക്സ്റ്റെൻഡ് അബൌട്ട്, അല്ലെങ്കിൽ ഒരു സിംഗിൾ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് ഫീമെയിലിൽ ഏതാണ്ട് 28 ദിവസമായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. റീപ്രൊഡക്റ്റീവ് മന്ത് എന്ന് പറയുന്നത് 28 ദിവസമാണ്. ആ 28 ദിവസങ്ങളെ 4 സ്റ്റേജുകളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ആ സ്റ്റേജുകളാണ്: ഫസ്റ്റ് ഫേസ് ഈസ് കാൾഡ് മെൻസ്ട്രൽ ഫേസ്. 1 മുതൽ 5 വരെയുള്ള ദിവസങ്ങളെ ആണ് നമ്മൾ മെൻസ്ട്രൽ ഫേസ് അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഫേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് 6 മുതൽ 13 വരെയുള്ള ദിവസങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോളിക്കുലാർ ഫേസ്, അതർവൈസ് കാൾഡ് പ്രോളിഫറേറ്റീവ് ഫേസ്. ഓക്കെ, 14ാമത്തെ ദിവസമാണ് ഫീമെയിൽ ഓവുലേഷൻ നടക്കുന്നത്. ദാറ്റ് ഫേസ് ഈസ് കാൾഡ് ഓവുലേറ്ററി ഫേസ്. നോക്കൂ, ദെൻ 15 മുതൽ 28 വരെയുള്ള ഒരു ദിവസം ഈസ് കാൾഡ് ലൂട്ടിയൽ ഫേസ്, അതർവൈസ് ഇറ്റ് ഈസ് കാൾഡ് സെക്രീറ്ററി ഫേസ്. ഇനി ഓരോന്നായിട്ട് നമുക്ക് പഠിക്കണം. ഓക്കെ, ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ലെങ്കിൽ ഫീമെയിൽ യൂട്രസിൽ നടന്നിരിക്കുന്ന എല്ലാ ഒരുക്കങ്ങളും അവിടെ വെറുതെ ആവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കാത്ത കണ്ടീഷനിൽ ഈ ഫീമെയിൽ യൂട്രസിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സെല്ലുലാർ ലെയറും അതിലേക്ക് വികസിച്ച് വന്നിരിക്കുന്ന അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള ബ്ലഡ് കാപ്പിലറീസും ബ്രേക്ക് ചെയ്ത് ആ ബ്ലഡും അതുപോലെ തന്നെ യൂട്രൈൻ വാള് ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്രൊളിഫറേറ്റ് ചെയ്തിരിക്കുന്ന യൂട്രൈൻ വാളിൻ്റെ സെല്ലുകളും എല്ലാം കൂടി ബോഡിയിൽ നിന്ന് വെളിയിലേക്ക് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബ്ലീഡിങ് അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത് ഏതാണ്ട് 1 മുതൽ 5 വരെയുള്ള ദിവസം വരെ നീണ്ടു നിൽക്കാറുണ്ട്. ആൻഡ് ദാറ്റ് ഫേസ് ഈസ് കാൾഡ് മെൻസ്ട്രൽ ഫേസ്. ഓക്കെ, അപ്പോൾ അതാണ് മെൻസ്ട്രേഷൻ പ്രോസസ്സ്, മെൻസ്ട്രൽ ഫേസ് എന്ന് പറയുന്നത്. ഇനി ആ മെൻസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ വീണ്ടും യൂട്രസിൻ്റെ ഉള്ളിൽ ഫെർട്ടിലൈസേഷൻ നടന്നുകൊണ്ടുള്ള എംബ്രിയോ വരും എന്നുള്ള പ്രതീക്ഷയിൽ സെല്ലുകൾ വീണ്ടും ഡെവലപ്പ് ചെയ്ത് തുടങ്ങുകയാണ്. ഓക്കെ, അങ്ങനെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്ന ആ ഒരു പ്രോസസ്സ് 6 മുതൽ 13 ദിവസം വരെ നീണ്ടു നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്, തുടർച്ചയായിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ഫേസിനെയാണ് നമ്മൾ പ്രോളിഫറേറ്റീവ് ഫേസ് എന്ന പേരിൽ വിളിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്ത് നോക്കണം? ഓവറി പരിശോധിച്ച് കഴിഞ്ഞാൽ ഓവറിയിൽ എന്താ നടക്കുന്നത്? നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ അതിലെ പ്രൈമറി ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്ത് സെക്കൻഡറി ഫോളിക്കിളായി മാറും, ടെർഷറി ഫോളിക്കിൾ ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറും. എന്നിട്ട് അതിൽ നിന്ന് ഓവുലേഷൻ നടക്കണം. അത് എവിടെയാണ് നടക്കുന്നത്? ഓവറിയിലാണ് നടക്കുന്നത്. ഓക്കെ, ഓവറിയിൽ അടുത്ത ഓവുലേഷന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ്. എന്നാൽ ഓവറിയിലെ പ്രൈമറി ഫോളിക്കിൾ സെക്കൻഡറി ഫോളിക്കിളായി ടെർഷറി ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറും. എന്നിട്ട് ഓവുലേഷൻ നടക്കണം, അല്ലേ? അപ്പോൾ ആ ഒരു മാറ്റം സൂചിപ്പിക്കുന്ന ഫേസാണ്, അതിനെയാണ് നമ്മൾ ഫോളിക്കുലാർ ഫേസ്. അത് റീപ്രൊഡക്റ്റീവ് സ്റ്റേജിൻ്റെ 6 മുതൽ 13 വരെയുള്ള ദിവസങ്ങളായിട്ട് നടക്കും. റൈറ്റ്, യൂട്ടറസിൻ്റെ ഉള്ളിൽ സെല്ല് ഡിവൈഡ് ചെയ്ത് കണ്ടിന്യൂസ് ഡിവൈഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ തിക്നെസ് കൂടി വരികയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഫേസിനെ നമ്മൾ ആസ് ഫാർ ആസ് ദി യൂട്ടറൈൻ റീജിയൻ ഈസ് കൺസേൺഡ് ദാറ്റ് സ്റ്റേജ് ഈസ് ആൾസോ കാൾഡ് പ്രോളിഫറേറ്റീവ് ഫേസ് എന്നും വിളിക്കും. പ്രോളിഫറേഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. റൈറ്റ്, ഇനി നോക്കുക, ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്ന് 13ാം ദിവസം ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഗ്രാഫിയൻ ഫോളിക്കിൾ ഫുള്ളി മെച്ചുറായിട്ട് മാറും. അങ്ങനെ മെച്ചുറായി മാറിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓവം റിലീസ് ചെയ്യും. ഓക്കെ, വിച്ച് ഈസ് കാൾഡ് ഓവുലേഷൻ. During that time the hormonal secretion become very high. ഓക്കെ, FSH, LH തുടങ്ങിയിട്ടുള്ള 2 ഹോർമോണുകളും വളരെ കൂടുതലായിട്ട് പീക്ക് ലെവലിലേക്ക് വരും. ഓക്കെ, അതിനാണ് നമ്മൾ LH സർജ് എന്ന പേരിലൊക്കെ വിളിക്കാറുണ്ട്. ആ സ്റ്റേജിലാണ്, ആ 14th ഡേയിലാണ് ഓവുലേഷൻ നടക്കുന്നത്. ദ ഫേസ് ഈസ് കാൾഡ് ഓവുലേറ്ററി ഫേസ്. FSHും LH എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറിയിൽ. അതേസമയം തന്നെ നമ്മുടെ ഓവറിൽ നിന്ന് ഇസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ, ഗ്രാഫ് ശ്രദ്ധിക്കൂ, ഇസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ ആ സമയത്ത് വളരെ കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യും. അപ്പോൾ ഈ 3 ഹോർമോണുകളും ധാരാളമായിട്ട് സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേജാണ് ഓവുലേറ്ററി സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ലൂട്ടിയൽ ഫേസ്. ലൂട്ടിയൽ ഫേസ് എന്ന് പറഞ്ഞാൽ ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്ന് ഈ ഓവം റിലീസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഗ്രാഫിയൻ ഫോളിക്കിൾ പിന്നീട് എന്തായിട്ട് മാറ്റപ്പെടും? കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറ്റപ്പെടും. ഓക്കെ, അപ്പോൾ ആ കോർപ്പസ് ലൂട്ടിയം ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുക, ഈ
ഹോർമോണൽ സെക്രീഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജിൽ ഒവേറിയൻ ഹോർമോണുകളായിട്ടുള്ള ഈസ്ട്രോജൻ്റെയും പ്രോജസ്ട്രോണിൻ്റെയും അളവ് വളരെ കൂടുതലായിട്ട് ഈ ഒരു ലൂട്ടിയൽ ഫേസിൽ കാണപ്പെടും. അപ്പോൾ ആ ഹോർമോണൽ സെക്രീഷൻ വളരെ കൂടുതലായിട്ട് വരുന്ന ഈ ഒരു സ്റ്റേജിനെ നമ്മൾ സെക്രീറ്ററി ഫേസ് എന്ന പേരിലും വിളിക്കുന്നുണ്ട്. ഓക്കെ, അത് 15 മുതൽ 28 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു സ്റ്റേജാണ്. ഓക്കെ, ഇനി ആ 28 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു സൈക്കിൾ പഴയ പോലെ തന്നെ തുടരുകയാണ്. മെൻസ്ട്രൽ ഫേസ് വീണ്ടും 1 മുതൽ 5 ദിവസം വരെയുള്ള ബ്ലീഡിങ് ഫേസ്. ഓക്കെ, ആ രീതിയിൽ അത് തുടർന്നുകൊണ്ടേ പോകും. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. കോർപ്പസ് ലൂട്ടിയം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ഹോർമോണൽ സെക്രീഷൻ ഇഫ് ദ ഫെർട്ടിലൈസേഷൻ ഈസ് ടേക്സ് പ്ലേസ്. ഓക്കെ, പിന്നീട് എംബ്രിയോയുടെ ഗ്രോത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള ധാരാളം ഹോർമോണുകളെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും മറ്റും ഈ കോർപ്പസ് ലൂട്ടിയമാണ്. കോർപ്പസ് ലൂട്ടിയത്തിന് വലിയൊരു പങ്കുണ്ട്. ബട്ട് ഇഫ് ദി ഫെർട്ടിലൈസേഷൻ നോട്ട് ടേക്സ് പ്ലേസ്, ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ലെങ്കിൽ ദിസ് കോർപ്പസ് ലൂട്ടിയം ബിക്കം എന്തായിട്ട് മാറ്റപ്പെടും? അത് ഒരു ഫാറ്റ് ടിഷ്യൂ ആയിട്ട് മാറ്റപ്പെടും. ആ ഫാറ്റ് ടിഷ്യൂ എന്താണ്? ആ ഫാറ്റ് ടിഷ്യൂ പിന്നീട് ലൈസ് ചെയ്തുകൊണ്ട് ഓവറിൽ നിന്ന് ലൈസ് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ദീസ് ആർ ദി മേജർ 4 പ്രോസസ്സസ് ഓഫ് ഫീമെയിൽ മെൻസ്ട്രൽ സൈക്കിൾ, റൈറ്റ്?